റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനർ അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകളാണ് ഇനി പുറത്തുവരുന്നത്. പോറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സാംസ്കാരിക പരിപാടിയിലും അടൂർ പ്രകാശ് MP പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. പമ്പയിൽ നടന്ന പരിപാടിയിൽ അടൂർ പ്രകാശിനൊപ്പം വേദിയിൽ പോറ്റിയുമുണ്ട്. മണ്ഡലത്തിലെ കുട്ടികൾ പങ്കെടുത്ത പരിപാടി ആയതിനാലാണ് പങ്കെടുത്തത് എന്നാണ് അടൂർ പ്രകാശ് നൽകുന്ന വിശദീകരണം. ഈ ശബരിമലയുടെ മാത്രം പരിസര ഉപയോഗങ്ങൾക്ക് വേണ്ടി ശബരിമല റാഹി സുഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹി സുഷീദ്, നമ്മൾ നേരത്തെ പുറത്തുവിട്ട ചിത്രങ്ങളിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. പലയിടങ്ങളിൽ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്, സഹോദരിയുടെ മകളുടെ കല്യാണത്തിന് പോയിട്ടുണ്ട്. ഇതിപ്പോൾ പമ്പയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നടത്തിയ ഒരു പരിപാടിയിൽ ഉദ്ഘാടകനായിട്ടെത്തുകയാണ് അല്ലേ അടൂർ പ്രകാശ്? അരുൺകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടിയും അടൂർ പ്രകാശ് മിസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ വിളിക്കാതെ വലിയ പരിപാടികളൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടില്ല എന്നതാണ് ഇതുവരെ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള പുറത്തു വന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് ആറ്റിങ്ങൽ MP ആയതിനു ശേഷം അടൂർ പ്രകാശിനെ പങ്കെടുപ്പിച്ച് പമ്പയിൽ നടത്തിയ ഒരു പരിപാടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ പരിപാടിയിൽ ഉദ്ഘാടകനായിരുന്നു അടൂർ പ്രകാശ്. ഉദ്ഘാടന പ്രസംഗവും നടത്തി, ദീപം തെളിയിച്ച് ഉദ്ഘാടനവും നടത്തി. അതിൽ ചില കുട്ടികളുടെ തിരുവാതിര കളിയും മറ്റും ഉണ്ടായിരുന്നു. ഇതിനുശേഷം നമ്മൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ എടുത്തതിന് ശേഷം അടൂർ പ്രകാശ് അന്ന് അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന സമയത്താണ് എൻ്റെ മണ്ഡലത്തിലെ കിളിമാനൂരിന്നോ വെഞ്ഞാറമ്മൂടെന്നോ എന്തോ ആണ് പറയുന്നത്, ആ സ്ഥലത്തുള്ള കുട്ടികൾ ഇവിടെ തിരുവാതിര കളിക്കാൻ വന്നു, അതുകൊണ്ട് ഞാനും ഇതിൻ്റെ ഭാഗമാകുന്നു, അതിൽ സന്തോഷമേ ഉള്ളൂ, അയ്യപ്പനെ പോയി തൊഴുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം അടുത്തതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വരുന്ന ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങൾ. ഓക്കെ, താങ്ക് യു റാഹി സുഷിദാണ് വിവരങ്ങൾ നൽകിയത്. ഇതൊരു പൊതുപരിപാടിയാണ്, അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ആക്ഷേപമില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പ്രധാനപ്പെട്ട പരിപാടികളിലെല്ലാം, എല്ലാം എന്ന് പറയുന്നില്ല, മിക്ക പരിപാടികളിൽ അടൂർ പ്രകാശിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീട് വെച്ച് കൊടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി, അവിടെ അടൂർ പ്രകാശ് വരുന്നു. അന്നദാനം കൊടുക്കാൻ പോകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി, അവിടെ അടൂർ പ്രകാശ് വരുന്നു. തിരുവാതിര കളിക്കാൻ വരുന്നു, അവിടെയും അടൂർ പ്രകാശ് പോകുന്നു. സഹോദരിയുടെ മകളുടെ കല്യാണം ഉണ്ണികൃഷ്ണൻ പോറ്റി, അവിടെയും അടൂർ പ്രകാശ് പോകുന്നു. അവിടെ ബാംഗ്ലൂരുവിൽ ഫ്ലാറ്റിൻ്റെ അടുത്ത് അവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ കണ്ടുമുട്ടുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു തവണയല്ല കണ്ടത് എന്നുള്ളതാണ്. മണ്ഡലത്തിലെ സാധാരണ വോട്ടർമാരെ ഇങ്ങനെയൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ.